പൊതുവിഷയങ്ങളിൽ പരാതി നൽകിയതിന്റെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി പീഡിപ്പിക്കുന്നതായി PTA പ്രസിഡന്റിന്റെ ആരോപണം. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മദർ PTA പ്രസിഡന്റ് വിനീഷ ബാലകൃഷ്ണനാണ് കുമ്പള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കുമ്പള ടൗണിന്റെ ഹൃദയഭാഗത്ത് വഴിയോര കച്ചവടം നടത്തുന്നത് യാത്രക്കാരായ സ്ത്രീകളടക്കമുള്ള പൊതുജനങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയതിന്റെ പേരിൽ കുമ്പള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തന്നെ ശാരീരികവും മാനസികവുമായും പീഡിപ്പിക്കുന്നതായാണ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മദർ PTA പ്രസിഡന്റ് വിനീഷ ബാലകൃഷ്ണന്റെ ആരോപണം. വ്യാഴാഴ്ച വൈകിട്ടോടെ കുമ്പള പ്രസ് ഫോറത്തിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്താണ് ഇവർ തന്റെ പരാതി അറിയിച്ചത്. ജൂലൈ 8-ാം തീയതിയാണ് മേൽപ്പറഞ്ഞ വിഷയത്തിൽ കുമ്പള പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ താൻ പരാതി നൽകിയത്. നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന വഴിയിൽ പെൺകുട്ടികൾക്ക് മോശമായ അനുഭവം ഉണ്ടാകുന്നതായും അതിനാൽ ഇടുങ്ങിയ ഫുട്പാത്തിലെ കച്ചവടം ഒഴിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റണമെന്നുമാണ് താൻ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയതെന്നും വിനീഷ പറയുന്നു. ഞാൻ കുമ്പള സ്കൂളിലെ മദർ PTA പ്രസിഡന്റാണ്. ഒരു 3 വർഷമായി മദർ PTA പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ സാമൂഹ്യപരമായിട്ടും കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ടൗൺ ഏരിയയിലായാലും പൊതുമധ്യത്തിലായാലും ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ നമ്മുടെ സൂപ്പർ കളക്ഷൻ ടൗണിലെ സൂപ്പർ കളക്ഷന് മുന്നിലൂടെ ഫുട്പാത്തിന് സൈഡ് പച്ചക്കറി അങ്ങനെ വഴിയുടെ കച്ചവടം നടത്തുന്നവരുണ്ട്. അപ്പോൾ ആ സൈഡിലൂടെ കുട്ടികൾ നടന്നു വരുന്ന സമയത്ത് പല രീതിയിൽ സ്ത്രീകളായാലും കുട്ടികളായാലും മേലിൽ കളിച്ച് ഒരുക്കി നടക്കുന്നതും പിന്നെ കമന്ററി പഠിക്കുന്നത് സർവ്വസാധാരണ സാഹചര്യത്തിലാണ് ഞാൻ കുമ്പള ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി മുമ്പാകെ ഒരു പരാതി സമർപ്പിക്കുന്നത്. അപ്പോൾ വാക്കാതെ ഞാൻ 2-3 തവണ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പഞ്ചായത്തിൽ കൊടുക്കാനാണ് നേരിട്ട് സ്റ്റേഷനിൽ കൊടുക്കാൻ അറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരാതിയിന്മേൽ യാതൊരുവിധ തുടർ നടപടികളും കാണാത്തതിനെ തുടർന്ന് അന്വേഷിക്കാനെത്തിയപ്പോൾ നിങ്ങൾ തന്നെ വെറുതെ വിടണമെന്നും പ്രസിഡന്റും ജേസുമായി ഗൂഢാലോചന നടത്തിയിട്ടല്ലേ നിങ്ങൾ പരാതിയുമായി വന്നതല്ലേ എന്നുമായിരുന്നു അത്രേ സെക്രട്ടറി ചോദിച്ചത്. നിങ്ങൾ JS-ന്റെയും പ്രസിഡന്റിന്റെയും നിർദ്ദേശപ്രകാരം എന്നെ മനഃപൂർവ്വം സ്ത്രീ വിഷയത്തിൽ പെടുത്താൻ വന്ന സ്ത്രീയെ ഓട്ടോമാറ്റിക്കലി ഞാൻ പ്രതികരിച്ചു. എന്താ വെച്ചാൽ സ്ത്രീനെ നമ്മളിപ്പോൾ ഇത്രയും മധ്യത്തിൽ പറയുന്നതാണ്. നമ്മൾ ഒരു തെറ്റ് മനസ്സാവാചനാണെന്ന് ചിന്തിച്ചു പോലുമില്ല. ഞാൻ ന്യായമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിന്റെ ഇടയിൽ ഒന്നിനും പോയ ആളല്ല. അപ്പൊ ഞങ്ങൾ സ്വാതന്ത്ര്യം വേണ്ടാ വർത്താൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും വന്ന ആളല്ല. ഇത് ഞാൻ ന്യായമായ കാര്യത്തിൽ വന്നതാണ്. എന്റെ വീട്ടിൽ ഒരു വിഷയത്തിന് വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്ന ആൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ഫുള്ള് പ്രശ്നമായി. അപ്പോഴത്തേക്ക് എവിടെ നിന്നാണ് ഇത്രയും ജനങ്ങൾ വന്നതെന്ന് പോലും എനിക്കറിയില്ല. എല്ലാ മെമ്പർമാർ ഒരുവിധം എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ മെമ്പർമാർ എത്തിയാണ് അവർ തമ്മിൽ വാക്കേറ്റുണ്ടായി. കുറച്ച് സമയം കഴിഞ്ഞ് പോലീസ് വന്ന സമയത്ത് ഇയാൾ കരയാതെ തുടങ്ങി. നല്ല വീഡിയോയിലുണ്ട്. കരയുന്ന സമയത്ത് അയാൾ പറയുന്നത് ഇവിടെ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്ത കാരണത്താൽ അല്ല തുരത്താൻ ശ്രമിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുമ്പള മേഖലയിലെ സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടു വരുന്ന വ്യക്തിയാണ് താനെന്നും അതുകൊണ്ട് തന്നെ പല പൊതുവിഷയങ്ങളിലും സമാനമായ പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അതിന്റെ പേരിൽ ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുന്നത് ഇതാദ്യമായാണെന്നുമാണ് വിനീഷ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പരാതിയിന്മേലുള്ള തുടർ നടപടികൾ അന്വേഷിക്കാനെത്തിയപ്പോൾ സെക്രട്ടറി വലിയ ഒച്ചപ്പാടുണ്ടാക്കിയെന്നും ഇതിന്റെ എല്ലാം വീഡിയോ ചിത്രീകരിച്ച് പിന്നീട് തന്നെ പലതരത്തിലുള്ള പീഡനങ്ങൾ ഇരയാക്കിയെന്നും ഇതേക്കുറിച്ച് പരാതി പറയാനായി കുമ്പള പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ റിമാൻഡിലാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായുള്ള ആരോപണവും വിനീഷ ഉയർത്തുന്നു. ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതായുള്ള ആക്ഷേപവുമുണ്ട്. അങ്ങനെ നമ്മളെ സ്റ്റേഷനിലേക്ക് സെക്രട്ടറി ആന്റണി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതേ അന്നോട് റിമാൻഡിൽ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ എന്ത് തെണ്ടിത്തരമാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഒരു തെണ്ടിത്തരം ചെയ്തിട്ടില്ല എന്ന് പറയുകയും. അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ അവിടെ കൊണ്ടുപോയി ഞാൻ പുറത്തേക്കും സെക്രട്ടറിനെ ഉള്ളിലിരുത്തി കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു റൂമിൽ അവിടെ എത്തി പരാതി സ്വീകരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്നെ പുറത്തേക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ പിന്നെയും വന്നു എന്നോട് പറഞ്ഞു, നിങ്ങൾ റിമാൻഡിൽ പോകും എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമാകും. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ അപവാദങ്ങളും പ്രചരിപ്പിക്കുന്നു. 4 പെൺകുട്ടികളുടെ മാതാവായ താൻ ഇത്തരം സംഭവങ്ങളെ തുടർന്ന് വലിയ മാനസിക സംഘർഷത്തിലാണെന്നും വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ വിനീഷ നീതി ലഭിക്കാനായി ഏതറ്റം വരെ പോകാൻ താൻ തയ്യാറാണെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.